നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുമോ, കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. നമസ്കാരം, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. സുഖാണോ? ഹലോ, നമസ്കാരം. ഇതെന്താ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണോ? യാത്ര ചെയ്തോണ്ടിരിക്കുകയാണോ? ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാണോ? അതെ. ആ ശരി. പിന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആ സാറല്ല ഹരി. നമസ്കാരം സാറേ. ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറയൂ. പറയട്ടെ. പറഞ്ഞോ. 2007 ആ ഫെബ്രുവരി 9, 2:05 ഉച്ചക്ക്. 2:05 ഉച്ചയ്ക്ക് അല്ലേ? ചോതി നക്ഷത്രം. ചോതി നക്ഷത്രം. വെള്ളിയാഴ്ച ദിവസം. അതെ. മകരം 26-ാം തീയതി. പിന്നെ ഈ പഠന കാര്യത്തിൽ ഒരു അല്പം ശ്രദ്ധിച്ചോണം. ചെറിയ അശ്രദ്ധയൊക്കെ വരാനുള്ള ഒരു പീരീഡാണ്. ശ്രദ്ധക്കുറവ് നല്ലതുപോലെ ഉണ്ടാവും. സൈഡിലോട്ട് നിന്നേ. റോഡിന്റെ സൈഡിൽ അവിടെ ഒന്ന് നിക്ക്. ഇപ്പോ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് പഠന കാര്യങ്ങളിൽ കുറച്ച് അശ്രദ്ധയൊക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പൊ അശ്രദ്ധ വരാതെ നോക്കിക്കോളാൻ വേണ്ടി പറയണം. അശ്രദ്ധ കുറവ്. അശ്രദ്ധ തന്നെ സാറേ, ഭയങ്കര പ്രശ്നം. എന്താ പറഞ്ഞ, പഠിക്കാൻ നല്ല മടിയും. മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ലോണം മുമ്പോട്ട് പോകാൻ വേണ്ടി പറയണം. ഇപ്പൊ കുറച്ച് ശ്രദ്ധ കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ വേണ്ടി പറയണം കേട്ടോ. അർജന്റായിട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. ആരാണെന്ന് വിളിച്ച് നോക്കാം. നമസ്കാരം. ഹരി പത്തനാപുരാണ്. അയ്യോ നമസ്കാരം സാർ. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം സാർ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ജൂൺ 2, 1967 ജൂൺ മാസം 2. സമയം രാവിലെ 9:30. 9:30 രാവിലെ. ഉത്രട്ടാതി. വെള്ളിയാഴ്ച ദിവസം. ഇടവം 19-ാം തീയതി. ഇപ്പൊ 7:30 ശനി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചോണം. കുഞ്ഞു ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളും കുറച്ച് കരുതലോടുകൂടി ശ്രദ്ധിക്കണം. ചെലവുകൾ നല്ലതുപോലെ കൂടുന്നതിന് ഇടയായിത്തീരുന്ന ഒരു സമയമാണ്. കഴിവതും അതെ. അപ്പൊ ചെലവുകൾ നല്ലതുപോലെ തീർന്നില്ല. ഏതാ? വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ച തുകയിലൊന്നും തീർന്നില്ല. ഇപ്പൊ വീട് വെക്കുന്നത് നല്ലതാ. കാരണം എന്താ അറിയാവോ, എന്താണെങ്കിലും കയ്യിൽ നിന്ന് പൈസ പോവും. വീട് വെച്ചാൽ പൈസ പോയിന്നാവും, നമുക്കൊരു വീട് ആവും. ഞാനും ഉത്രട്ടാതിയാ. ഞാനും വീട് പണി തുടങ്ങി. അപ്പം നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് രണ്ടുപേർക്കും നല്ല ചിലവ് വരും. അപ്പം പിന്നെ ആ ചിലവിലേക്ക് വീട് പണിയാകുമ്പോൾ വീട് എന്തായാലും ഡെഡ് മണിയാണല്ലോ. വെറുതെ പോകുന്ന പൈസയാണ്. മണ്ണിൽ കുഴിച്ചിരുന്ന പോലെ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടത്തില്ലല്ലോ. പിന്നെ വീട് പണിക്ക് ഇറങ്ങി തിരിച്ചത് നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ താങ്കൾ അനുഭവിക്കുന്ന അതേ സ്ട്രഗിൾ ഞാനും ഫേസ് ചെയ്ത. ലോണൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു, അവരവസാനം തരാതിരുന്നു. നമ്മൾ കുറേ ഇതിൻ്റെ പുറകെ നടന്നു. പിന്നെ ബാങ്ക് മാറി. പിന്നെ വേറെ ഒരു ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ ബാങ്ക് നോക്കി. പിന്നെ അവർ ലോൺ തന്നു. അങ്ങനെയൊക്കെയാണ് പിന്നീട് നടന്നത്. അപ്പൊ അതുപോലൊക്കെയുള്ള സ്ട്രഗിൾ താങ്കളും ചെയ്തിട്ടുണ്ടാവും. അതെ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോ പിന്നെ PF എന്നൊക്കെ പൈസയൊക്കെ എടുത്തു, അതൊന്നും തികഞ്ഞില്ല. ഒരുപാട് ബാധ്യതകളായി. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.